ബ്രാഹ്മി 21 ഡേയ്സ് വീണ്ടും ആരംഭിക്കുകയാണ്. മെയ് 1 ബുദ്ധ പൗർണമി നടന്ന് ജ്ഞാനോദയം ഓരോ ജീവൻ്റെയും ലക്ഷ്യമാണെന്നും ജ്ഞാനപ്രാപ്തി ലഭിച്ച ബുദ്ധൻ്റെ ദിനത്തിൻ്റെ അന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. കേൾക്കാൻ വളരെ എളുപ്പമാണ് ജ്ഞാനോദയം എന്നൊക്കെ, പക്ഷെ അതിനുവേണ്ടി നമ്മുടെ ഭാഗത്തുനിന്ന് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ശ്രമം വേണം. അത് എത്തിക്കാൻ കഴിയുമെന്നുള്ള പലരുടെ അനുഭവത്തിൽ തെളിയിച്ചൊരു കാര്യമാണ് പരിശീലനം കൊണ്ട്. ബ്രാഹ്മി 21 ഡേയ്സ് വളരെ സീരിയസ് ആയിട്ടുള്ള സീക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. 4 മണിക്ക് പുലർച്ചെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് 2 മണിക്കൂർ നേരം രാജയോഗയുടെ ആയിട്ടുള്ള മാർഗത്തിലൂടെയും തന്ത്രയും മുദ്രയും ബന്ധനവും യന്ത്രവും എല്ലാം അടങ്ങുന്ന രീതിയിൽ പൂർണ്ണമായിട്ടും ഊർജത്തിൻ്റെ മാർഗത്തിൽ ഒരു പരിശീലനം. അത് ഒരു 25 പേരെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നതാണ്. ഇതിന് ധാരാളം എനർജിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. ഡിസിപ്ലിൻ ഒരു ഫിസിക്കലായിട്ടുള്ളൊരു ഘടകമാണ്, പക്ഷേ ഇതൊരു സ്പിരിച്വൽ എനർജി വർക്കും കൂടിയാണ്. 21 ദിവസം കൊണ്ട് ഈ ഒരു മാർഗത്തിലൂടെ ഒരു എനർജി അവേക്കനിങ്ങിലേക്ക് കടക്കാനായിട്ടുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. പലർക്കും സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ബ്രാഹ്മി 21 ഡേയ്സ് അറ്റൻഡ് ചെയ്തൊരു എക്സ്പീരിയൻസ് നോക്കിയാൽ മതി. പിന്നെ സ്ട്രെസ്സ്, അതേപോലെ തന്നെ ഡിപ്രഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാറുമെന്ന് പലരും ചോദിക്കുന്നുണ്ട് ബ്രാഹ്മി 21 ഡേയ്സിലൂടെ. അതൊക്കെ ചെറിയ കാര്യമാണ്. സ്പിരിച്വൽ അവേക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വ്യക്തിബോധത്തിൽ നിന്ന് ഉള്ളിലെ ആന്തരിക സ്പന്ദനവുമായി നമ്മൾ ചേരുമ്പം അത് വേറൊരു അനുഭൂതിയാണ്. ഓരോ എക്സ്പീരിയൻസാണ് നമുക്ക് അടുത്തടുത്ത സ്പിരിച്വൽ ലെവലിലേക്ക് കടന്നു പോകാനായിട്ടുള്ള ശക്തി പകരുന്നത്. അറിവിൽ നിന്ന് അനുഭവത്തിൻ്റെ പുറത്ത് ഊർജത്തിൻ്റെ തലത്തിൽ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണമാണ് ബ്രാഹ്മി 21 ഡേയ്സിൽ ഒരുക്കുന്നത്. രജിസ്ട്രേഷനും കാര്യങ്ങളുമെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ ബന്ധപ്പെട്ടാൽ മതി. നോക്കൂ, നിങ്ങളെ നിർബന്ധിക്കുന്നില്ല ഈ പ്രോഗ്രാമിലേക്ക്. വളരെ സീരിയസ് ആയിട്ടുള്ള വളരെ ഇൻറ്റൻസീവായിട്ടുള്ള സീക്കേഴ്സ് ഇതിൽ പങ്കുചേർന്നാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അവേക്കിനിലേക്കുള്ള ഉള്ളിൽ നിന്ന് തേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്.